ഹലോ ഫ്രണ്ട്സ്, അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് ആപ്കോ സുസുക്കിയിലാണ്. സുസുക്കിയുടെ ഏറ്റവും പുതിയ ഈ ആക്സസ് ഇതാ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ വിശേഷമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രിങ്കേറ്റ് ഡിസിമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറെ EV-ന്റെ വാഹനങ്ങൾ ടെസ്റ്റ് ഡ്രൈവും അതുപോലെ തന്നെ റിവ്യൂ ഒക്കെ ചെയ്തു. അവസാനം ഇത് സുസുക്കിയിൽ എത്തിയിട്ടുണ്ട്. ഈ ആക്സസ് എന്നാണ് ഈ ഒരു വണ്ടിയുടെ പേര് കൊടുത്തിട്ടുള്ളത്. 95 കിലോമീറ്റർ റേഞ്ചിലാണ് ഈ ഒരു വണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ക്ലോസ് ആയിട്ട് മുൻഭാഗം തുടങ്ങാം. എല്ലാ വാഹനങ്ങളും തുടങ്ങുന്നാലും മുൻഭാഗം തുടങ്ങി ബാക്കി എല്ലാ കാര്യങ്ങളും പറഞ്ഞു. മുൻഭാഗം തുടങ്ങുവാണെങ്കിൽ അടിപൊളിയായിട്ട് ഒരു ഡിസൈനിങ്ങിലാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഇതിന് മുന്നേ ആക്സസ് കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഡിസൈനിങ് കൊടുത്ത് കാണാൻ പറ്റും. നമുക്ക് ഇത് ഇവിടെ തുടങ്ങാം. ഇവിടെ സുസുക്കിന്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ഒരു DRL-ന്റെ പ്രശ്നം കൊടുത്തിട്ടുള്ളത്. ഈ ഒരു രീതിയിലാണ് DRL-ന്റെ അറേഞ്ച്മെന്റ് വന്നിട്ടുള്ളത്. അതിൽ തന്നെ ഒരു പാറ്റേൺ ഒക്കെ കൊടുത്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. പിന്നെ ഹെഡ്ലൈറ്റ് നോക്കുവാണെങ്കിൽ ഫുള്ളി LED ആയിട്ട് ഹെഡ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സും ഫുള്ളി LED ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ഓവറോൾ നോക്കുവാണെങ്കിൽ ഒരു അടിപൊളിയായിട്ട് ഒരു ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഹെഡ്ലൈറ്റ് മുഖത്തേക്ക് അടിക്കാണ്ടിരിക്കാൻ വേണ്ടി കുറച്ചൊന്ന് താഴ്ത്തി കൊടുത്തത് കാണാൻ പറ്റും. ഇതിന്റെ ഡിമും ബ്രൈറ്റും ഈ രീതിയിലാണ് വന്നത്. പിന്നെ ഇതിന്റെ ഹൈലൈറ്റ് കീലെസ് എൻട്രി ആണ് ഈ ഒരു വണ്ടിക്ക് വരുന്നത്. ഇതാണ് ഇതിന്റെ കീ. അടുത്ത് കാണിച്ചു തരാം. ഇതാണ് ഈ വണ്ടിയുടെ കീ വരുന്നത്. പൊളിച്ചിട്ടുള്ള പുതിയ വണ്ടിയുടെ ആണ്. ഈ രീതിയിലാണ് കീ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ വണ്ടി ഓൺ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഇതിന്റെ മുൻഭാഗത്തെ ഓവറോൾ കാര്യങ്ങളുള്ളത്. ഇനി നേരെ താഴേക്ക് പോവുകയാണെങ്കിൽ ടെലസ്കോപ്പിക് ആയിട്ടുള്ള കോയിൽ സ്പ്രിംഗ് ഉള്ള സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ ഓയിൽ ഡാമ്പിംഗ് വന്നിട്ടുണ്ട്. പിന്നെ മുൻഭാഗത്ത് 12 ഇഞ്ചിന്റെ അലോയ് വീലാണ് വന്നിരിക്കുന്നത്. 90-12 ആണ് അലോയ് സൈസ് വരുന്നത്. പിന്നെ ബ്രേക്ക് നോക്കുവാണെങ്കിൽ 190 mm ഡിസ്ക് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിൽ തന്നെ കോമ്പി ബ്രേക്കും ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഇതാണ് ഓവറോൾ മുൻഭാഗത്തുള്ള കാര്യങ്ങൾ. അപ്പൊ നേരെ വശങ്ങളിലേക്ക് നോക്കുവാണെങ്കിൽ ബാക്കിയുള്ള വാഹനങ്ങൾക്കാണെങ്കിൽ കുറച്ചും കൂടി നീളം ഉള്ള രീതിയിലാണ്. അത് ഈ ഒരു ഡിസൈനിങ്ങിന്റെ ഇതുകൊണ്ട് തോന്നുന്നതാണ്. കുറച്ചും കൂടി നീളം തോന്നുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് ഇൻഡിക്കേറ്റർ വന്നിട്ടുണ്ട്, റിഫ്ലക്ടർ വന്നിട്ടുണ്ട്. ഇൻഡിക്കേറ്റർ ഈ ഒരു വശത്തു നിന്നും കൂടി വിസിബിൾ ആവുന്ന രീതിയിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം ഗ്യാസ് സിലിണ്ടേഴ്സ് ഒക്കെ ഇൻക്ലൂഡ് ആക്കാൻ പറ്റും. പിന്നെ നേരെ ബാക്കിലേക്ക് പോകുകയാണെങ്കിൽ ഒറ്റ സിംഗിൾ കളറിലായിട്ട് വന്നിട്ടുണ്ട്. ഈ ആക്സസ് എന്നുള്ള ഒരു ബാഡ്ജിങ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഇതിന്റെ ഡ്രൈവ് വരുന്നത് മെയിൻ്റെനൻസ് ഫ്രീ ആയിട്ടുള്ള ബെൽ ഡ്രൈവ് ആണ് ഇതിന് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. ഇതിന്റെ മോട്ടർ പറയുകയാണെങ്കിൽ 4 kW മോട്ടറാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ബാറ്ററി പാക്ക് വരുന്നത് 3.07 kWh ബാറ്ററി പാക്കും കൊടുത്തിട്ടുണ്ട്. ഇനി ചാർജിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ 0 to 100 നോർമൽ ചാർജ് ആണെങ്കിൽ ഏകദേശം 6 മണിക്കൂർ 20 മിനിറ്റ് കൊണ്ട് ഫുൾ ചാർജ് ആവും. അത് നേരെ മറിച്ച് ഫാസ്റ്റ് ചാർജിങ് ആണെങ്കിൽ 0 to 80% എത്താൻ വേണ്ടത് 1 മണിക്കൂറും 12 മിനിറ്റുമാണ് ഇതിന്റെ 0 to 80 ഫാസ്റ്റ് ചാർജിങ്ങിൽ വേണ്ടത്. പിന്നെ ഇതിന്റെ ടോർക്ക് വരുന്നത് 15 Nm ടോർക്കും ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിന്റെ സീറ്റ് നോക്കുവാണെങ്കിൽ നല്ല വൈഡ് ആയിട്ടുള്ള സീറ്റ് കൊടുത്തിട്ടുണ്ട്. 675 mm ആണ് ഇതിന്റെ ഒരു സീറ്റ് ആയിട്ട് വരുന്നത്. പിന്നെ പിന്നിലേക്ക് നോക്കുവാണെങ്കിൽ ഗ്രാബ് റെയിലൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബോഡി കളറിലുള്ള ഗ്രാബ് റെയിലും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഓവറോൾ കാര്യങ്ങൾ. ഇനി നേരെ പിൻഭാഗത്തേക്ക് നോക്കുവാണെങ്കിലും ഫുള്ളി LED ആയിട്ടുള്ള ടെയിൽ ലാമ്പ് കാണാൻ പറ്റും. ഫുള്ളി LED ആയിട്ട് ഇൻഡിക്കേറ്റേഴ്സ് കാണാൻ പറ്റും. ഇൻഡിക്കേറ്റേഴ്സിന്റെ ഒരു പ്രൊജക്ഷൻ ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഇതിന്റെ ഡിസൈനിങ് ഒക്കെ അടിപൊളിയാണ്. ഇത് ഇവിടെ ഒരു പാറ്റേൺ ഒക്കെ കൊടുത്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇവിടെ സുസുക്കിന്റെ ബാഡ്ജിങ് കാണാൻ പറ്റും. പിന്നെ ഒരു റിഫ്ലക്ടറും നമ്പർ പ്ലേറ്റിന്റെ ആയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. വലിയൊരു മഡ്ഗാർഡും കാണാൻ പറ്റും. ഇതാണ് ഇതിന്റെ ഓവറോൾ പിൻഭാഗത്തുള്ള കാര്യങ്ങളുള്ളത്. പിന്നെ പിൻഭാഗത്തെ ടയർ സൈസ് വരുന്നത് 100-80-12 ആണ് പിൻഭാഗത്തെ ടയർ സൈസ് വരുന്നത്. ഡ്രം ബ്രേക്ക് ആണ് പിൻഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. 130 mm ഡ്രം ബ്രേക്ക് ആണ് പിൻഭാഗത്ത് വന്നിട്ടുള്ളത്. പിൻഭാഗത്തും അലോയ് വീൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ സിംഗാം ടൈപ്പ് കോയിൽ സ്പ്രിംഗ് വിത്ത് ഓയിൽ ഡാം ആണ് പിൻഭാഗത്തെ സസ്പെൻഷനും വന്നിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുവാണെങ്കിൽ 160 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് കൊടുത്തിട്ടുള്ളത്. ഓവറോൾ നോക്കുവാണെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ സ്പെസിഫിക്കേഷൻ ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ഇതിന്റെ സീറ്റ് ആയിട്ട് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ 675 mm ആണ് സീറ്റ് ആയിട്ട് വരുന്നത്. നല്ല രീതിയിൽ പ്ലാൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. സീറ്റ് നല്ല വൈഡ് ആണ്, അതുകൊണ്ട് ഇരിക്കാൻ നല്ല കംഫർട്ടബിൾ ആയിരിക്കും. ഇനി നമുക്ക് ഇതിന്റെ ഹാൻഡിൽ ബാറും സ്വിച്ചസും മീറ്ററും പരിചയപ്പെടാം. അപ്പോൾ ഇതിന്റെ കീ വരുന്ന ഈ രീതിയിലാണ്. സുസുക്കിന്റെ ബാഡ്ജിങ് ഇവിടെ കാണാൻ പറ്റും. നേരെ മറുഭാഗത്ത് നോക്കുവാണെങ്കിൽ വണ്ടി ഓൺ ചെയ്യേണ്ട ഒരു ബട്ടണും അതുപോലെ തന്നെ ഇത് പ്രസ് ചെയ്താൽ നമുക്ക് എവിടെയെങ്കിലും വണ്ടി വെച്ച് കഴിഞ്ഞാൽ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു ബട്ടണും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് കൊടുത്ത് ഞെക്കി കഴിഞ്ഞാൽ 4 ഇൻഡിക്കേറ്ററും ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കും. ആ രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് വെച്ച് നമുക്ക് വണ്ടി ഓൺ ആക്കാനും ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി നേരെ ഈ ഒരു ഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ വണ്ടി ഓൺ ഓഫ് അതുപോലെ തന്നെ ഇതിന്റെ ചാർജിങ്ങിന്റെ ലിഡ് ഓപ്പണിംഗ്, ഇവിടെയാണ് ചാർജിങ്ങിന്റെ ലിഡ് വരുന്നത്. ഇത് ഓപ്പൺ ചെയ്യാനുള്ള ബട്ടൺ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സീറ്റിന്റെ ഓപ്പണിംഗ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. വണ്ടി ഓൺ ചെയ്യാൻ സിമ്പിൾ ആണ്. ജസ്റ്റ് ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ വണ്ടി ഓൺ ആവും. ഈ രീതിയിൽ തിരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ മീറ്ററിൽ ഈ രീതിയിൽ ഓൺ ആയി വരും. സുസുക്കിന്റെ ഒരു ബാഡ്ജിങ് വരും. കളർ ഡിസ്പ്ലേ ആണ്. 4.2 ഇഞ്ചിന്റെ കളർ ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആപ്പ് ഉപയോഗിച്ച് ടേൺ ബൈ ടേൺ നാവിഗേഷനും അതുപോലെ തന്നെ കോള് SMS-ന്റെ അലേർട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഇതാ ചാർജിങ്ങിന്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എത്ര കിലോമീറ്റർ ഇപ്പോൾ ഉള്ള ചാർജ് കൊണ്ട് എത്ര കിലോമീറ്റർ ഓടും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ സ്പീഡോമീറ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് വണ്ടി ഓൺ ചെയ്ത് കാണിച്ചു തരാം. ഇതിപ്പോൾ ഓൺ ചെയ്ത് ഈ രീതിയിലാണ്. ഇതിൽ റൈഡിംഗ് മോഡ് വരുന്നുണ്ട്. ഇതിപ്പോൾ എക്കോ മോഡിലാണുള്ളത്. ഇതിപ്പോൾ റൈഡ് ബി, ഈ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റൈഡ് ആയി വരും. ഇങ്ങനെ 3 മോഡ് നമുക്ക് ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഓവറോൾ ഈ ഒരു രീതിയിലാണ് ഇതിന്റെ സ്ക്രീനും കാര്യങ്ങളും വരുന്നത്. ലൈറ്റ് ഇൻഡിക്കേഷൻസ് നോക്കുവാണെങ്കിൽ ഇവിടെ വന്നിട്ടുണ്ട്. ഇൻഡിക്കേറ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഹസാർഡ് ഉണ്ട്. ഹസാർഡ് നമുക്ക് ഓൺ ആയി കഴിഞ്ഞാൽ ഇതിൽ വരും. പിന്നെ
ചാർജിങ്ങിൻ്റെ ചാർജ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഇൻഡിക്കേഷൻ, കീ മിസ്സായി കഴിഞ്ഞാൽ ഇത് കാണും, ഹെഡ്ലൈറ്റിന്റെ ഡിം ആൻഡ് ബ്രൈറ്റ് ഇതിൽ കാണിക്കും. അങ്ങനെ എല്ലാ ഇൻഡിക്കേഷൻസും നല്ല രീതിയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഡിസൈനിങ് ഒക്കെ അടിപൊളിയാണ്. ഇവിടെ നല്ല ഒരു സുസുക്കിന്റെ ബാഡ്ജിങ് കൊടുത്ത് കാണാൻ പറ്റും. ഇനി നമുക്ക് ഹസാർഡ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് നേരെ ഹാൻഡിൽ ബാറിലേക്ക് പോകുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള രീതിയിലുള്ള ഹാൻഡിൽ ബാറാണ്. ഇവിടെ ഒരു വെയിറ്റ് വന്നിട്ടുണ്ട്. നല്ല ഗ്രിപ്പും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ഒരു ഗ്രിപ്പും കാര്യങ്ങളൊക്കെ കൊടുത്താണ് പറ്റും. നല്ല ക്വാളിറ്റിയുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. കാണുമ്പോൾ തന്നെ നമുക്കൊരു ക്വാളിറ്റി നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ ഇതാണ് എഞ്ചിൻ കിൽ സ്വിച്ച്. ഇത് ഓൺ ചെയ്താലാണ്, അതായത് ബ്രേക്ക് പ്രസ് ചെയ്ത് ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ആവും. പിന്നെ ഹസാർഡ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെ ഇതാ മോഡിന്റെ സെലക്ഷൻ ഇവിടെയാണ് വന്നിട്ടുള്ളത്. മിറർ നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മിററാണ്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള മിററാണ്. ഇതൊക്കെ നോക്കുവാണെങ്കിൽ കാണുമ്പോഴും ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്, തൊടുമ്പോഴും നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള മിററാണ്. ഇത് ഈ ഒരു പോർഷനൊക്കെ നല്ലൊരു രീതിയിലുള്ള ഒരു ക്വാളിറ്റിയുള്ള ഒരു മെറ്റീരിയലാണ്, നല്ല ഉറപ്പൊക്കെ ഉള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. നേരെ മറുഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ ഇതാ ഹെഡ്ലൈറ്റിന്റെ ഡിമ്മ് ബ്രൈറ്റും പാസും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ ബട്ടൺ ഇവിടെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹോണിന്റെ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ മറുഭാഗത്ത് കണ്ട രീതിയിലുള്ള ഹാൻഡിലും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട്. സ്ട്രോങ് ആയിട്ടുള്ള രീതിയിലുള്ള ഹാൻഡിൽ ബാറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഓവറോൾ ഹാൻഡിലിന്റെ കാര്യങ്ങളുള്ളത്. ഇനി നമുക്ക് ഇത് സീറ്റിന്റെ സ്റ്റോറേജ് നോക്കുവാണെങ്കിൽ ഈ രീതിയിലാണ് ഇതിന്റെ സീറ്റിന്റെ ഓപ്പണിംഗ് വരുന്നത്. ഒരു ലോക്ക് വരുന്നുണ്ട്, ഈ രീതിയിൽ നിൽക്കും. പിന്നെ ഏകദേശം 17 ലിറ്ററോളം സ്പേസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ടൂൾസും അതുപോലെ തന്നെ ബാഗും ഒരു അത്യാവശ്യം ഹെൽമെറ്റ് ഒക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാം. അതുപോലെ തന്നെ ചാർജറും സ്റ്റോർ ചെയ്യാം. പിന്നെ ഒരു ഇത് ലോക്ക് ഉണ്ട് ഇവിടെ. ആ ലോക്ക് റിമൂവ് ചെയ്യാൻ ജസ്റ്റ് ഒന്നുകൂടി ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിൽ അടക്കാൻ പറ്റും. ഈ രീതിയിലാണ് ഇതിന്റെ സീറ്റിന്റെ സെറ്റപ്പ് വന്നിട്ട്. അപ്പൊ ഇനി നേരെ മറുഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ ഈ ഒരു വശത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട്. ഈ സെയിം ഹുക്ക് ഇത് ഇവിടെയും വന്നിട്ടുണ്ട്, അത് കാണിച്ചു തരാം. പിന്നെ ഇവിടെ ഒരു മൊബൈലിന്റെ ഒരു ചാർജിങ്, സി ടൈപ്പ് ചാർജിങ് വന്നിട്ടുണ്ട്. അത് വണ്ടി ഓൺ ചെയ്യുമ്പോൾ ഒരു ഇൻഡിക്കേഷൻ വരും, ബ്ലൂ ഇൻഡിക്കേഷൻ കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസും ഇവിടെ ഒരു കീ കാണാൻ പറ്റും. ഇത് നമ്മുടെ മാനുവൽ കീ ആണ്. നമ്മുടെ ഈ ബാറ്ററി ട്രെയിൻ ആയി പോവോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മിസ്സാവുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് വെച്ചിട്ട് വണ്ടിയുടെ സീറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതായത് ഇതിലേക്ക് ഞാൻ ഈ ഒരു വശത്ത് നിന്നുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് കാണാൻ, അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഇട്ട് കാണിച്ചു തരാം. ഇത് ഇട്ട് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സീറ്റ് മാനുവലായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. ആ രീതിയിലാണ് ഇതിന്റെ ഇത് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ സേഫ്റ്റി കാര്യങ്ങളിലൊക്കെ സുസുക്കി ശ്രദ്ധിച്ചിട്ടുണ്ട്. നേരെ ഇത് ഈ ഒരു വശത്തേക്ക് പോകുകയാണെങ്കിൽ ഇത് എവിടെയും ഒരു ഹുക്ക് വന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വണ്ടിയുടെ ഓവറോൾ കാര്യങ്ങളുള്ളത്. ഈ ഒരു വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഏകദേശം 2,17,000 രൂപയാണ് ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. നമുക്ക് ഇന്ന് ഈ ഒരു വണ്ടി അറേഞ്ച് ചെയ്തിട്ടുള്ളത് വയനാട് കൽപ്പറ്റയുള്ള ആപ്കോ സുസുക്കിയാണ്. അപ്പോൾ ഇതിന്റെ വണ്ടിയുടെ ബുക്കിംഗ് അതുപോലെ തന്നെ ടെസ്റ്റ് ഡ്രൈവിന്റെ കാര്യങ്ങളും ഇത് മാത്രമല്ല എല്ലാ സുസുക്കിയുടെ വണ്ടിയുടെ ബുക്കിങ്ങിനുള്ള നമ്പറും കാര്യങ്ങളൊക്കെ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെടാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുക. സബ്സ്ക്രൈബ് മാത്രം പോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ചു കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടന്റുമായി കാണാം. അതുവരെ ബൈ.